ചേച്ചി. ആ റാണിയായിരുന്നോ? എന്താ റാണി? അത് ഞാൻ പറയ്, എന്താ കാര്യം? അല്ല, അത് ഞാൻ. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വട്ടം ചുറ്റുന്നേ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അല്ല, പ്രശ്നം ഇല്ല, ഒന്നുമില്ല. പിന്നെ ഹലോ സിദ്ധു. കയ്യിലെന്താ, മൈലാഞ്ചിയാണോ? മെഹന്തി ചടങ്ങ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും കണ്ട് ടെൻഷൻ ആവണ്ടോ. ഗിരിയേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മുടെ കല്യാണം നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ നടക്കും. ഗിരിയേട്ട ഒന്ന് പറഞ്ഞേ. ഗിരിയേട്ടനൊന്നും പറയണ്ട. ഗിരിയേട്ടനെ എനിക്ക് വിശ്വാസം. എന്താ റാണി, നിനക്ക് എന്താ പറ്റിയത്? എന്തൊക്കെയോ ചോദിക്കണമെന്ന് കരുതിയില്ലേ ഞാൻ വന്നത്. ഇപ്പൊ ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താടി, നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല, ഹൽദിക്ക് ചേച്ചി ഇവിടുന്ന് ഒരുങ്ങി പോകുവാണോ അതോ അവിടെ ഹോട്ടലിൽ ചെന്നിട്ട് ഒരുങ്ങുകയാണോ? അതൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഇത് ചോദിക്കാനാണോ നീ നിന്ന് പരിങ്ങിയത്? അല്ല, ഞാൻ വേറെന്തോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത് മനസ്സിൽ കരുതിയാ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ മറന്നുപോയി. ഓർമ്മ വരട്ടെ ചോദിക്കാൻ. ഞാനിപ്പോ പെൻസിൽ എടുത്തിട്ട് വരാം. ആ ഗിരിയേട്ട, സിദ്ധു വിളിച്ചിരുന്നു. പുത്തൂരിലെ മംഗളാദേവി ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താനാ പ്ലാൻ. നിർമാല്യത്തിന് മുന്നേ നമുക്ക് അവിടെ എത്തണം. ആ സമയത്ത് അവിടെ എത്തണമെങ്കിൽ നമ്മൾ വെളുപ്പിനെ 2 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം. കാര്യമൊക്കെ ശരി, പക്ഷെ ഇവിടുന്ന് എല്ലാരും കണ്ണുവെട്ടിച്ച് ഇവിടെ നിറയെ ആൾക്കാരല്ലേ, അപ്പോഴും ആരും ഉറങ്ങാൻ സാധ്യതയില്ല. അത് ഞാൻ നോക്കിക്കോളാം. ആരും അറിയാതെ നമുക്ക് പോവാൻ പറ്റും. ശരി ശരി. പിന്നെ ആറു എന്നെ വിളിച്ചാൽ മതി, ഞാൻ വേഷമൊക്കെ മാറ്റി നിൽക്കാം. ഓക്കെ ഗിരിയേട്ട. സോമു, പിന്നെ എന്താ ഗിരിയേട്ടാ? നീ എന്റെ ബൈക്ക് എടുത്തോണ്ട് പോയിട്ട് അതില് ഫുൾ ടാങ്ക് എണ്ണ അടിക്കണം. എന്തിനാ ഫുൾ ടാങ്ക്? ഗിരിയേട്ടൻ ദൂരെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ആ, ചിലപ്പോ പോകേണ്ടി വരും. ഈ രാത്രിയിൽ എവിടേക്കാ ഗിരിയേട്ടാ പോകുന്നത്? അതൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. എന്നാ ബൈക്ക് താഴെ സൈഡിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ. പോയിട്ടോ.